നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ലഭിക്കുന്ന ഒന്നാണ് ഈ ചേമ്പ്. സാധാരണ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിള കൂടിയാണ് ഈ ചേമ്പ്. അപ്പോൾ ഈ ചേമ്പ് നമ്മൾ ഗ്രോ ബാഗിലും സിമെൻറ്റിൻ്റെ ചാക്കിലൊക്കെ നമുക്ക് നട്ടാൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് വിളവ് കിട്ടും. അപ്പോൾ ഈ ചേമ്പിൻ്റെ തട ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ച് ചാരത്തിൽ മുക്കി വെച്ച് 2 ദിവസം ഉണക്കാൻ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് നിറക്കാനുള്ള പോട്ടി മിക്സ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് 2 ഭാഗം മണ്ണ്, 1 ഭാഗം ചാണകപ്പൊടി, 1 ഭാഗം ചാരം കൂടി ചേർത്ത പൊട്ടി മിക്സാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഗ്രോ ബാഗിലോട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലോട്ട് കുറച്ച് കരിയിലയും അതുപോലെ തന്നെ പച്ച പുല്ലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് നമ്മുടെ ഈ ചേമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ അതാ ഞാനിവിടെ കരിയിലയും പച്ചപ്പുല്ലൊക്കെ ഇട്ട് നിറച്ച് ഈ പോട്ടി മിക്സ് ചാരവും ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും കൂടിയുള്ള ഈ പൊട്ടി മിക്സ് ഇതിലോട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആ ചേമ്പിൻ്റെ തട വെച്ച് കൊടുക്കാവുന്നതാണ്. നടുവിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുത്ത് ഇതുപോലെ ചിരിച്ച് വെച്ച് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരും.